എന്നെ കേൾക്കുന്ന ആ ദൈവവൈതലേ, വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം. പ്രാർത്ഥന നമ്മുടെ സ്വഭാവമായിരിക്കുന്നത് പോലെ തന്നെ വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം. ശക്തമേറിയ രണ്ടായുധങ്ങളാണ് ഒരു ദൈവവൈതലിന്റെ, ഒരു ആത്മീയന്റെ ശക്തമേറിയ രണ്ടായുധങ്ങളാണ് വചനധ്യാനവും പ്രാർത്ഥനയും. ഈ ദിവസങ്ങളിൽ വചനധ്യാനം ദൈവജനത്തിന് മധ്യേ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നത് എന്തിനെന്നോ, വചനധ്യാനം മുടങ്ങിക്കിടക്കുന്നെങ്കിൽ ഒന്ന് റിന്യൂ ചെയ്തെടുക്കുവാൻ, നിങ്ങളൊന്ന് ആ മണ്ഡലത്തിൽ നിന്നും പുറത്തു വരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടത്ര ഇന്ന് പകലിൽ ഈ ദൂത് കൈമാറ്റം ചെയ്യുന്നത്. ലോകത്തിന്റെ പല കോണുകളിലും ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തോടെ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വചനം ധ്യാനിക്കുവാനോ പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ ഉള്ള സ്വാതന്ത്ര്യമില്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇന്ന് പകലിൽ അല്പസമയം അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അങ്ങനെ ആ സ്വാതന്ത്ര്യമില്ലാതെ, വചനം ധ്യാനിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ, പ്രാർത്ഥനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ, ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഒരു കൂട്ടം ജനങ്ങൾ അഴലുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗം ഇന്ന് പകലിൽ അവരുടെ മധ്യേ ചില പ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ, രാജ്യങ്ങളിൽ ചില പ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ ദൈവമക്കളൊന്ന് ശക്തമായി പ്രാർത്ഥിച്ചോട്ടെ. നമ്മുടെ ദൗത്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാരണം എന്തെന്നോ, ഇന്ന് പകലിൽ ഈ സ്വാതന്ത്ര്യത്തോടെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? ഈ വചനം നിങ്ങൾക്ക് വായിക്കുവാൻ തക്കോണുള്ള സ്വാതന്ത്ര്യമില്ലേ? നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് ദൈവമക്കളെ. നമ്മുടെ കരത്തില് എത്ര ബൈബിളാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു കൂട്ടര് ഇതിന്റെ ഒരു പേജെങ്കിലും ലഭിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് കേട്ടോ. അവരുടെ മധ്യേ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരെന്ന് തിരിച്ചറിഞ്ഞാട്ടെ. കർത്താവിനോടൊന്ന് ക്ഷമയും കൂടെ പറഞ്ഞാട്ടെ. ഇന്ന് പകലിൽ ഈ സ്വാതന്ത്ര്യം തന്നിട്ടും എത്ര പേര് വചനം ധ്യാനിക്കുന്നുണ്ട്? എത്ര സമയം നിങ്ങൾ വചനധ്യാനത്തിനായിട്ട് മാറ്റിവെക്കുന്നുണ്ട്? കർത്താവ് ആമേൻ സ്തോത്രം ഈ സ്വാതന്ത്ര്യം എല്ലാം തന്നിട്ടും ആമേൻ സ്തോത്രം അത് ചെയ്യാതിരിക്കുന്നത് പാപമത്രേ. കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞാട്ടെ. ഇന്ന് പകലിൽ ഒരു തീരുമാനം കൂടെ എടുത്താട്ടെ. ദൈവമേ, ഞങ്ങൾ അരമണിക്കൂർ ദൈവസന്നിധിയിൽ വചനം ധ്യാനിക്കുവാൻ ഇരുന്നോളാം. ഒരു മണിക്കൂർ 2 സമയങ്ങളായി മാറ്റിവെച്ചിരുന്നോളാം. ഞങ്ങൾക്കുള്ള സമയം ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെയും ഞങ്ങൾ ധ്യാനിച്ചോളാം. ആമേൻ സ്തോത്രം. തീരുമാനമെടുത്താട്ടെ. വചനം ധ്യാനിക്കുന്നത് അനുഗ്രഹമാണ്. വചനം കേൾക്കുന്നത് അനുഗ്രഹമാണ്. വചനം ഒബേ ചെയ്യുന്നത് അനുഗ്രഹമാണ്. വെളിപ്പാട് 1:3 ഇങ്ങനെ വായിക്കുന്നു: ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ആമേൻ സ്തോത്രം. ഇത് വായിക്കുന്നവര്, ഇത് കേൾക്കുന്നവര്, ഇത് ഒബേ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവർ ഭാഗ്യവാന്മാരെന്നത്രേ കർത്താവിന്റെ വചനം പറയുന്നത്.